എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പാരിപ്പള്ളിയിലെ ഫ്ലൈ ഓവർ ഇപ്പോൾ ഭാഗികമായി ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുണ്ട്. കടമ്പാട്ടുകോണം മുതൽ കലുവാതുക്കൽ ടോൾ പ്ലാസയുടെ അടുത്തുവരെയുള്ള വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കടമ്പാട്ടുകോണം ജംഗ്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കടമ്പാട്ടുകോണം കഴക്കൂട്ടം സ്ട്രെച്ചിലെ വർക്കുകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് വരുന്ന വാഹനങ്ങളാണ് തിരുവനന്തപുരം ഡയറക്ഷനിലേക്ക് ഫ്ലൈ ഓവറിൽ യാത്രാനുമതി കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മെയിൻ റോഡിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള വഴി ഒരുങ്ങിയിട്ടില്ല. കടമ്പാട്ടുകോണം മുതൽ ടോൾ പ്ലാസ വരെയുള്ള ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. RKC കമ്പനി വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന ഭാഗമാണ് ഇവിടെ ക്രാഷ് ബാരിയറുകൾ ചെയ്തിട്ടില്ല. ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇതുവഴി മെയിൻ റോഡിലേക്ക് പ്രവേശിപ്പിക്കാവുന്നതാണ്. കടമ്പാട്ടുകോണം ജംഗ്ഷനിലെ വർക്ക് പുരോഗമിക്കുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും പാരിപ്പള്ളി ഫ്ലൈ ഓവർ പൂർണ്ണമായും ഗതാഗത സൗകര്യം ഒരുക്കാൻ സാധ്യത. ഇവിടെ ഗാൻട്രി സൈൻ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പില്ലറിൻ്റെ നിർമ്മാണ പ്രവൃത്തികളാണ് നടക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നേരെ പാരിപ്പള്ളി ഡയറക്ഷനിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ ഭാഗത്തൊക്കെ റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ് കംപ്ലീറ്റ് ആക്കി ലൈൻ മാർക്കിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പാരിപ്പള്ളിയിലേക്കുള്ള എക്സിറ്റ് പോയിൻ്റാണ് ഈ കാണുന്നത്. ഇവിടെ ക്രാഷ് ബാരിയറുകളിലും പെയിൻറ്റിംഗ് വർക്കുകൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകളും സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ സൈഡിലേക്കും മെയിൻ റോഡിൻ്റെ സൈഡിലേക്കുമായി 2 ലൈറ്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ സെക്കൻഡ് ലെയർ ടാറിങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ലൈൻ മാർക്കിംഗ് മാത്രമാണ് ചെയ്യാനുള്ളത്. ഇത് മുക്കട അടിപ്പാതയുടെ മുകൾ ഭാഗമാണ്. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മാത്രമാണ് വാഹനങ്ങൾ വരുന്നത്. അത് തിരുവനന്തപുരം ഡയറക്ഷനിലേക്ക് പോകുന്ന വാഹനങ്ങളാണ്. കൊല്ലം ഡയറക്ഷനിലേക്കുള്ള വാഹനങ്ങൾ ഉടൻ തന്നെ കടത്തിവിടാനുള്ള സാധ്യത കുറവാണ്. ഈ ഭാഗത്തൊക്കെ ഇനി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ ബാക്കിയുണ്ട്. ഇത് പാരിപ്പള്ളി ഫ്ലൈ ഓവർ വരുന്ന ഭാഗമാണ്. ഇവിടെ അപ്രോച്ച് സ്ലാബുകൾ നിർമ്മിച്ച ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളൊക്കെ ഇനി ബാക്കിയുണ്ട്. ഇവിടെയും റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ക്രാഷ് ബാരിയറിൻ്റെ ബാലൻസ് കാസ്റ്റിംഗ് വർക്കുകൾ ചെയ്തതിന് ശേഷം അവിടുത്തെ പെയിൻറ്റിങ്ങും ലൈൻ മാർക്കിങ്ങും മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. പരവൂർ റോഡിലേക്കുള്ള വ്യൂ ആണ് കാണുന്നത്. ക്രാഷ് ബാരിയറും നല്ല ഉയരത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് വരുന്ന KSRTC ബസ്സുകളൊക്കെ വഴി അറിയാതെ നേരെ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പല ബസ്സുകളും താഴേക്ക് എത്തുന്നില്ല. ഇത് ഫ്ലൈ ഓവറിൻ്റെ വടക്ക് ഭാഗമാണ്. ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ്ങും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ റോഡിൽ കിടക്കുന്നത് ഗാൻട്രി സൈൻ ബോർഡിന് വേണ്ടിയുള്ള ഫ്രെയിം വർക്കാണ്.
സൈൻ ബോർഡുകളൊക്കെ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട്. ടോൾ ഗേറ്റിനോട് ചേർന്നുള്ള സൈൻ ബോർഡാണ് ഇപ്പോൾ സ്ഥാപിച്ചതായി കണ്ടത്. ഇനി മറുവശത്തെ കാഴ്ചകളൂടെ ഒന്ന് കാണാം. ഇവിടെ ഇടത് സൈഡിലായി കാണുന്നത് പാരിപ്പള്ളിയിലേക്കുള്ള എക്സിറ്റ് പോയിൻ്റ് ആണ്. പാരിപ്പള്ളി ഭാഗത്തുള്ള എക്സിറ്റ് പോയിൻ്റ് എൻട്രി പോയിൻ്റ് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ കടമ്പാട്ടുകോണം കഴിഞ്ഞ് മുക്കടയ്ക്ക് തൊട്ട് മുന്നെയാണ് എക്സിറ്റ് പോയിൻ്റ് വരുന്നത്, പാരിപ്പള്ളി ജംഗ്ഷനിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടി. അതിനുശേഷം ഹൈവേയിലേക്കുള്ള എൻട്രി വരുന്നത് ടോൾ പ്ലാസയിലേക്ക് ഡയറക്റ്റാണ്. കൊല്ലത്തു നിന്ന് തിരുവനന്തപുരം ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ എക്സിറ്റ് പോയിൻ്റ് വരുന്നത് ടോൾ പ്ലാസ കഴിഞ്ഞ ഉടനെയാണ്. ടോൾ പ്ലാസ കഴിഞ്ഞ ഉടനെ നേരെ സർവീസ് റോഡിലേക്കും കയറാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു എക്സിറ്റ് പോയിൻറ്റും ചെയ്തിട്ടുണ്ട്. ഫ്ലൈ ഓവർ കഴിഞ്ഞ് കടമ്പാട്ടുകോണം എത്തുന്നതിന് മുമ്പേ ഉള്ള എൻട്രി പോയിൻ്റ് നിർമ്മിച്ചിരിക്കുന്നത് മുക്കട അടിപ്പാതയ്ക്ക് ശേഷമാണ്. കൊല്ലം ജില്ലയിൽ മാത്രമാണ് ക്രാഷ് ബാരിയറുകൾ സർവീസ് റോഡിലേക്ക് വരുന്ന രീതിയിലുള്ള എൻട്രി എക്സിറ്റ് പോയിൻറ്റുകൾ നിർമ്മിച്ചതായി കണ്ടത്. പാരിപ്പള്ളിയിലും എലിവേറ്റഡ് ഫ്ലൈ ഓവർ വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരസമിതികളൊക്കെ രൂപീകരിച്ചതാണ്. എന്നാൽ ഇനി ഇത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളത് സംശയമാണ്. പാരിപ്പള്ളി 2 ഭാഗങ്ങളിലാണ് സോയിൽ ടെസ്റ്റിംഗ് നടന്നത്. ഒന്ന് മുക്കടയ്ക്കും പാരിപ്പള്ളിക്കും ഇടയ്ക്കായി അമൃത സ്കൂളിനോട് ചേർന്നുള്ള ഭാഗത്തും, രണ്ടാമതായി ഫ്ലൈ ഓവർ ആരംഭിക്കുന്ന തെക്ക് സൈഡിലുമാണ്. സോയിൽ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഇനി എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഈ കാണുന്ന ഭാഗത്താണ് ഒരു എൻട്രി പോയിൻ്റ് വരുന്നത്. മറ്റു ചില സ്ഥലങ്ങളിൽ എൻട്രി എക്സിറ്റ് പോയിൻറ്റിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ വിട്ടതായി കാണാം. ഈ രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തിയായിരിക്കുമോ എന്നറിയില്ല. മറ്റ് ഭാഗത്തെ വീഡിയോകളുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.